ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് പടം വരകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ആദ്യം കാണിക്കേണ്ടത് ഓൾറെഡി 4 ബുക്സാണ്. ഇനി ഉണ്ട് കുറേ. അത് അതിലത്തൊക്കെ ചെറുപ്പത്തിൽ വരച്ച കുറേ പടങ്ങളുണ്ട്, അത് കാണിക്കണില്ല. അപ്പോൾ ഇത് ആണ് കാണിക്കുന്നത്. നമുക്ക് കാണിക്കാം കേട്ടോ. ഇതൊരു മുന്തിരിക്കൊലയാണ്, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു പടമാണ്, എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. പിന്നെ ഇതൊരു പപ്പായയാണോ എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് ഒരു ഫ്രൂട്ടാണ്, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു സീനറി ആണ്, ഇതെങ്ങനെയുണ്ടെന്ന് പറയണം. ഇത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഒരു നിലാവ് പടങ്ങളാണ്. ഒരു ബ്ലൂ സ്കൈ പോലത്തെ അങ്ങനത്തെ ഒരു നിലാവാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനത്തെ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പേജിലൊന്നുമില്ല, ഞാൻ ചില പേജുകളൊന്നും വരയ്ക്കില്ല. ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു കുട്ടി പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ പറിക്കുന്ന ഒരു സീനറിയാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഈ ഒരു സൺഫ്ലവറാണ്. ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സൺഫ്ലവറും തുമ്പിയുമാണ്. വാട്ടർ ഡ്രോപ്സൊക്കെ എനിക്ക് ഒറിജിനലായിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ വരച്ചൊരു പടമാണ്. ഇതെങ്ങനെയുണ്ട്, ഒരു കുഞ്ഞിപ്പടമാണ്. ഇവിടെ ഒരു മുന്തിരിക്കൊലയൊക്കെ വരയ്ക്കാൻ നോക്കി, പക്ഷെ എന്നാലും ഒരു ചെറിയ പടം ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുള്ള് എനിക്ക് തോന്നുന്നു കുത്തി വരച്ചിട്ടുള്ള പടങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇത് വേറൊരു പടം, ഒന്നും ബേസ് ചെയ്തിട്ട് വരച്ചല്ല, വെറുതെ ഇരുന്നപ്പോൾ തോന്നിയപ്പോൾ വരച്ചതാണ് ഈ ഒരു പടം. ഇത് ഒരു സംഭവമാണ്. ഇതെന്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് കോറി വരച്ചിട്ടിട്ട് അതുമ്മേൽ നിന്ന് പിക്ചേഴ്സ് ഉണ്ടാക്കേണ്ടത് വരച്ചതാണ്. എന്തോ വരച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പിക്ചറാക്കി മാറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്, ഒരു കുത്തി വരച്ചിട്ടുണ്ട്. അതും നമ്മളൊരു പടമാക്കി മാറ്റിയതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് വേറൊരു കുത്തി വരച്ച ടൈമിലാണ് ചെയ്തത്. ഇഷ്ടപ്പെട്ടെന്ന് പറയണമല്ല അതും. പിന്നെ ഇതും വേറൊരു വലിയൊരു പടമാണിത്. ഇത് ഭയങ്കര വലിയതായിരുന്നേ, അതുകൊണ്ടാണ് വലിയതാക്കിയത്. ഇതും ഒരു ചെറിയൊരു പടമാണ്. ഇത് ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആദ്യത്തെ കുത്തിവര ഡ്രോയിങ് ആണ്. ഈ ബുക്കിലത്തെ കഴിഞ്ഞു. അങ്ങനെ എനിക്കിതെന്തിട്ടോ ഇന്നാൾ ഞാൻ വരച്ചൊരു പടമാണ്. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഈ ബുക്കിലുള്ളത് ചിലപ്പോൾ അത്രയ്ക്ക് ഭംഗിയില്ലാത്ത പടങ്ങളായിരിക്കാം. ഇവിടെ ഒരു ഫസ്റ്റ് തന്നെ ഒരു പടം വരച്ചിട്ടുണ്ട്. ഒരു നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു പടമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ഒരു മുന്തിരിക്കൊലയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു മുന്തിരിക്കൊലയാണിത്. എങ്ങനെയുണ്ടെന്ന് പറയാം. അടുത്തൊരു ബുദ്ധൻ ആലിലേര് ഇങ്ങനത്തെ ഒരു പിക്ചറാണ്. അതെങ്ങനെയുണ്ടെന്ന് പറയണം. ഇതോടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലാക്കും വൈറ്റും തമ്മിൽ കൂട്ടിച്ചേർത്തൊരു പെയിൻറ്റിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പെയിൻറ്റിങ്ങാണിത്. കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഞാൻ മമ്മൂട്ടിയും മോഹൻലാലും കൂടെ വരച്ചതാണ്. ഇതൊരു ദേവീനെ വരച്ചത് ചുണ്ടിൻ്റെ ഭാഗത്തിൽ കൊള്ളായി സംഭവം, സീനില്ല. ഇതെന്തുവാ? അതെന്തുവാണ് ഞാൻ കീറി കളഞ്ഞ പേജ്. ഇതൊരു ഇല, നല്ലൊരു ഭംഗിയുള്ള പിക്ചറാണ്. മുന്തിരിക്കോളം നമ്മൾ ഫസ്റ്റ് കണ്ടതിൽ ഉള്ളതാണ്. ഇതൊരു സീനറി തന്നെയാണ്, ഒരു വഞ്ചി കെട്ടിയിട്ടുള്ള ഒരു തീമിൽ ഉള്ളതാണ്. ഇനി എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇനി ഇതുണ്ട്, കൊടുങ്ങല്ലൂർ അമ്മാനെ വരച്ചതാണ്. ദ്രൗപ ഭാവം വരച്ചതാണ്. ഇത് വേറൊരു മുന്തിരിക്കൊലയാണ്. ഇത് കഴിഞ്ഞു. ഈ ബുക്ക് കഴിഞ്ഞ് ഈ ഒരു ബുക്കിൽ അടിഞ്ഞ് നോക്കുന്നത് വളരെ ഇതിൽ കൂടുതൽ പടങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിലത്തെ ഒരു ഗ്രീൻ തീം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെയിൻറ്റിംഗ് ആണ്. ഇതൊരു
കടൽ തീരമാണ്, അവിടെ വീടുണ്ട്, അങ്ങനത്തെ ഒരു വരച്ചൊരു പടമാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പെണ്ണിനെ വരച്ചതാണ്, കൊളായി. അപ്പോൾ അതൊന്ന് കാണിച്ചു. ഇതൊക്കെ എന്തുവാണ് എനിക്കറിയില്ല. ഇത് ഞാൻ വരച്ചൊരു മ്യൂറൽ പടമാണ്, മ്യൂറൽ പിക്ചറാണ്. ഇത് നമുക്ക് ജേർണലിൽ ഒട്ടിക്കാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു റോസ് ഫ്ലവർ ഉണ്ട്. ഇതിൽ ഒന്നും ഇല്ല, ഈ പേജസിലൊന്നുമില്ല. അപ്പോൾ അത് ഇവിടെ നമ്മൾ എടുത്തു വെച്ചു. അയ്യോ, ഇതൊക്കെ പോയി. ലാസ്റ്റ് ഇതാണ്, ഇതെൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് ഞാൻ കൊണ്ടുവരുന്ന ബുക്കാണ്. കുറച്ച് മ്യൂറൽ പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അതിൽ. അതും കളഞ്ഞിട്ട് നമ്മൾ, ഇതാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ബേസൊക്കെ എന്ന് പറയുന്നത്. ഇതാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിലെ പൂക്കൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ വരച്ചൊരു പെണ്ണാണ്. ഇത് എങ്ങനത്തെ പെണ്ണാണെന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ എനിക്കൊരു തോന്നി ഇങ്ങനെ വരയ്ക്കണമെന്ന്. അപ്പോൾ ഇത് ആണ് നമ്മൾ വരച്ചത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട ഒരു നാരങ്ങയാണ്, നാരങ്ങയായിട്ട് തോന്നുന്നുണ്ടാവോ. അപ്പോൾ ഇത് നമ്മൾ കൂൺ വരയ്ക്കാൻ പോയിട്ട് തെറ്റിപ്പോയൊരു ഇതാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ എൻ്റെ ഈ ഒരു ബുക്കിൽ. അപ്പോൾ 4 ബുക്കിലത്തെയും ഫോട്ടോസും വീഡിയോസും ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.